നമസ്കാരം, SVN വ്ളോഗ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ ഒരു ചെറിയൊരു അൺബോക്സിങ് വീഡിയോ ആണ് കേട്ടോ. അതായത് നമ്മുടെ ഈ ഒരു ബോയ എന്ന് പറഞ്ഞൊരു മൈക്രോഫോണാണ് കേട്ടോ അത്. അപ്പോൾ ഈ മൈക്രോഫോണിന് നമ്മൾ മേടിച്ചതെന്ന് വെച്ചാൽ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഫസ്റ്റ് ചെയ്ത വീഡിയോയിൽ ഒരു ട്രാവലർ വീഡിയോ ആയിരുന്നു. അപ്പോൾ അതിൽ കുറേ നോയ്സിൻ്റെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. വോയിസ് കേൾക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരുപാട് കംപ്ലൈൻ്റ് ഒക്കെ പറഞ്ഞായിരുന്നു. അപ്പോൾ അത് നമ്മൾ പരിഗണിച്ചുകൊണ്ടാണ് പുതിയൊരു ഒരു ഗാഡ്ഗറ്റ്, ഈ ഒരു ഗാഡ്ഗറ്റിന് കുറഞ്ഞ വിലയ്ക്ക് മേടിച്ചതാണ്. ഫ്ലിപ്കാർട്ടിൽ നിന്ന് മേടിച്ചതാണ്. 749 രൂപയ്ക്ക് മേടിച്ചതാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഒരു ചെറിയൊരു അൺബോക്സിങ് വീഡിയോ ആണ് ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് എന്തൊക്കെയുണ്ട്, ഇതിൻ്റെ ഫങ്ഷൻസ് എന്തൊക്കെയാണ്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഈ ഒരു പാക്കിൽ തന്നെ എഴുതിയിട്ടുണ്ട് BYM1 എന്ന് പറഞ്ഞാൽ. ഇതിന് ഒരുപാട് വേരിയേഷൻസ് ഉണ്ട് കേട്ടോ. ഈ മോഡൽ DSLR മാത്രം യൂസ് ചെയ്യാൻ പറ്റുന്നത്, പിന്നെ DSLR നമ്മുടെ സ്മാർട്ട് ഫോൺസിന് യൂസ് ചെയ്യാൻ പറ്റുന്നത്, പിന്നെ ഇത് PCക്ക്, നമ്മളെ ലാപ്ടോപ്പിനും PCക്കും ഒക്കെ ഉപയോഗിക്കാൻ പറ്റും. നമ്മുടെ ഓൺലൈൻ ക്ലാസ്സസ് ഒക്കെ അല്ലേ ഇപ്പോഴും പലയിടത്തും. അപ്പോൾ അതിനൊക്കെ ബെസ്റ്റ് സാധനമാണ് കേട്ടോ ഇത്. അപ്പോൾ പിന്നെ കുറച്ച് പാരാമീറ്റേഴ്സ്, ഫ്രീക്വൻസി റേഞ്ച്, സിഗ്നൽ നോയ്സ്, സെൻസിറ്റിവിറ്റി, ഓക്കെ, പിന്നെ ഇതിൻ്റെ ഫീച്ചേഴ്സ്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഇതിനെ ഒന്ന് ഇളക്കി നോക്കാം. ഓക്കെ, വളരെ ക്വാളിറ്റി ഉള്ളൊരു പാക്കിംഗ് ആണ് കേട്ടോ. വളരെ ക്വാളിറ്റി ഉണ്ട്, നല്ല ക്വാളിറ്റി ഉണ്ട്. ലെതർ ബാഗാണ് കേട്ടോ ഇത്. പിന്നെ വേറെ എന്ത് ഇതിനകത്തുണ്ട്? ഒരു യൂസർ മാനുവലാണെന്ന് തോന്നുന്നു. ഇത് യൂസർ മാനുവലാണ് കേട്ടോ. ഇത് ജസ്റ്റ് നമുക്ക് എന്തൊക്കെയാണ് ഇതിനകത്തുള്ളത്, ഇതിൻ്റെ പാരാമീറ്റേഴ്സ്, അതൊക്കെ തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഇത് യൂസർ മാനുവൽ. പിന്നെ ഇതാണ് വാറണ്ടി കാർഡ് കേട്ടോ. ഇത് വാറണ്ടി കാർഡാണിത്. ഇതിന് 1 വർഷത്തെ വാറണ്ടി ഉണ്ട് കേട്ടോ. ഇത് 1 ഇയർ വാറണ്ടി, പിന്നെ അതിന് ശേഷം പെയ്ഡ് വാറണ്ടി. എന്ന് വെച്ചാൽ നമ്മൾ കടയിൽ കൊടുത്ത് നന്നാക്കുന്ന ഇതുണ്ടല്ലോ, പൈസ കൊടുത്ത് നന്നാക്കുന്ന ആ വാറണ്ടിയാണ്. പക്ഷേ എന്നാൽ ഇതിന് 1 വർഷം വാറണ്ടി ഉണ്ട്. അപ്പോൾ അത് തന്നെ, ആ ഒരു ഫെസിലിറ്റി തന്നെ ഈ പ്രോഡക്റ്റിൻ്റെ ഒരു ക്വാളിറ്റിയെ സൂചിപ്പിക്കുകയാണ് കേട്ടോ. ഓക്കെ, ഇനി ഇതിനകത്ത് എന്താണ്? ഇതിനകത്താണ് നമ്മളെ മെയിൻ ഐറ്റം വരുന്നത് കേട്ടോ. നമുക്ക് നോക്കാം. ഇതിൻ്റെ സബായിട്ട് വരുന്ന സ്പെയർ പാർട്സ്. So this is our most wanted gadget. ഓക്കെ, ഇതാണ് നമ്മൾ ബോയ മൈക്രോഫോൺ, ബോയ ഓംനി ഡയറക്ഷണൽ മൈക്രോഫോൺ. ഓക്കെ, ഇതെന്ന് വെച്ചാൽ 20 മീറ്ററാണ്, 20 ഫീറ്റാണ് കേട്ടോ ഇതിൻ്റെ ലെങ്ത്ത്. അതായത് നമ്മളിപ്പോൾ ഒരു വ്ളോഗൊക്കെ ചെയ്യുമ്പോൾ നമ്മളിപ്പം ഡിസ്റ്റൻസ് ഇട്ട്, ഇപ്പോഴ് നമ്മൾ സോഷ്യൽ ഡിസ്റ്റൻസിങ്ങിൻ്റെ ഒരു ഇതാണല്ലോ, അപ്പോൾ അതിന് പറ്റിയ ഒരു സാധനമാണ് കേട്ടോ ഇത്. ഇപ്പോൾ ഒരാളെ ഇൻ്റർവ്യൂ ചെയ്യുന്നെങ്കിലോ, ഇപ്പോൾ ഒരു ചെറിയൊരു ട്രാവലൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ അവിടെ പരിസരത്തുള്ള ആളുകളുടെ ഇൻ്റർവ്യൂ ഒക്കെ ചെയ്യേണ്ടി വരുമല്ലോ. അപ്പോൾ അതിന് ആകുമ്പോൾ ഇത് ബെസ്റ്റ് സാധനമാണ് കേട്ടോ. അത് ഇത്രയും ഈ നടുക്കുള്ള മോഡ്യൂളിൻ്റെ അപ്പുറത്ത് ഇപ്പുറത്ത്, അതായത് നോക്കണം, ഇത് ഇപ്പുറത്തും ഉണ്ട് ഇപ്പുറത്തും ഉണ്ട്. ഇത്രയും നല്ല നീളമുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ പ്രധാനപ്പെട്ട ഭാഗമെന്ന് വെച്ചാൽ ഇതാണ് നമ്മുടെ പ്രധാന മൈക്ക് കേട്ടോ. ഇതിൽ വരുന്ന എക്സ്ട്രാ ആക്സസറീസ് എന്താണെന്ന് വെച്ചാൽ ഇതിനകത്തായിരിക്കും വരുന്നത്. എന്താണെന്ന് നോക്കാം നമുക്ക്. ഇതാണ് കേട്ടോ, ഇതിനകത്ത് എന്തൊക്കെ വരുന്നു എന്ന് വെച്ചാൽ. ഓക്കെ, ഇത് വരുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ക്ലിപ്പ്, ഇതെന്ന് വെച്ചാൽ 1.8 mm ജാക്കാണ് കേട്ടോ. എന്ന് വെച്ചാൽ നമ്മളെ സ്മാർട്ട് ഫോണിൽ MP3 പ്ലെയേഴ്സിലൊക്കെ 3.5 mm ജാക്ക്, ഇത് പ്ലഗ് ചെയ്താണ് യൂസ് ചെയ്യുന്നത്. എന്നാൽ ഇതെന്ന് വെച്ചാൽ നമ്മൾ DSLR, നമ്മുടെ ഫോണിന് പകരം DSLR യൂസ് ചെയ്ത് വീഡിയോ ഷൂട്ട് ചെയ്യുമ്പോഴും അതിൽ വോയിസ് ഇതുപോലെ കമൻട്രി കയറ്റുമ്പോഴൊക്കെ ഈ ഒരു പ്ലഗാണ് യൂസ് ചെയ്യുന്നത്, ഈ ഒരു അഡാപ്റ്ററാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ ഇത് കോളറിൽ നമ്മൾ ഇങ്ങനെ ജസ്റ്റ് ഇൻസേർട്ട് ചെയ്ത് വെക്കാനുള്ള ഒരു പിന്നാണിത്. ഓക്കെ, പിന്നെ ഇത് ബാറ്ററിയാണ്. ബാറ്ററി നമുക്ക് പ്രത്യേകിച്ച് നമുക്ക് മൊബൈലിൽ യൂസ് ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് ആവശ്യമൊന്നും വരുന്നില്ല. കാരണം മൊബൈലിൽ നമ്മൾ ഇത് നോർമലായിട്ട്
പ്ലഗ് ഇൻ ചെയ്ത് യൂസ് ചെയ്യാം. ഇതെന്ന് വെച്ചാൽ നമ്മൾ ക്യാമറയിൽ യൂസ് ചെയ്യുമ്പോൾ, DSLR ക്യാമറയിൽ യൂസ് ചെയ്യുമ്പോൾ, ഞാൻ നോക്കട്ടെ, ഇതൊന്ന് പൊട്ടിച്ച് നോക്കട്ടെ. ഇത് സാധാരണ ബട്ടൺ ബാറ്ററിയാണ് കേട്ടോ. വളരെ ചീപ്പാണ് ഈ ബാറ്ററിയുടെ വില. നമ്മൾ കണ്ട് വെറുതെ കോംപ്ലിക്കേറ്റഡ് ആണ്. ഇത് വളരെ ചീപ്പായിട്ട് കിട്ടുന്ന ബാറ്ററി ഉണ്ടോ, ഒരു 50 രൂപയ്ക്കകത്ത് കിട്ടും ചിലപ്പോൾ. നമ്മൾ സിറ്റിക്കകത്തൊക്കെ തന്നെ കിട്ടും. എന്താ ഓക്കെ. അപ്പോൾ ഈ ഒരു ബാറ്ററി നമ്മൾ യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇത് ഓക്കെ. അപ്പോൾ ഇതിൻ്റെ യൂസ് എന്താണെന്ന് ഞാൻ ഇപ്പോൾ പറയാം. ഓക്കെ, നമ്മൾ ഈ ഒരു മൊഡ്യൂളാണ് നമ്മൾ രണ്ട് സ്വിച്ച് ഉണ്ട്, ടോഗിൾ ചെയ്യാനുള്ള സ്വിച്ച് ഉണ്ട്. ക്യാമറയ്ക്ക് വേണ്ടിയും സ്മാർട്ട് ഫോണിന് വേണ്ടിയും ആയിട്ട് 2 മോഡ്സ് ഉണ്ട് ഇതിനകത്ത്. ഇത് മുകളിലോട്ടാക്കുമ്പോൾ ഇവിടെ ഗ്രീൻ കാണാൻ പറ്റുന്നുണ്ടോ? ഈ ഗ്രീൻ കാണുമ്പോൾ ക്യാമറാസിന് വേണ്ടി നമ്മൾ DSLRലാണ് ഡിജിറ്റൽ ക്യാമറ, അതുപോലത്തെ ഡിവൈസസിലൊക്കെ പ്ലഗ് ഇൻ ചെയ്ത് യൂസ് ചെയ്യാനുണ്ട് ഉള്ളൊരു മോഡാണ് ക്യാമറ മോഡ്. മറിച്ച് താഴോട്ടാക്കുമ്പോൾ ഈ ഡിവൈസ് ഓഫായാലും നമുക്ക് സ്മാർട്ട് ഫോണിൽ യൂസ് ചെയ്യാം. കാരണം സ്മാർട്ട് ഫോണിന് പ്രത്യേകിച്ച് അതിൻ്റെ ഒരു ആവശ്യമില്ല. അത് ഓൾറെഡി ഇത് ഓഫ് ബാർ സ്മാർട്ട് ഫോൺ. അപ്പോൾ അത് സ്മാർട്ട് ഫോണിനും കൂടെ ഉള്ളൊരു മോഡും കൂടെയാണിത്. ഓക്കെ, ഇനി ഈ ഒരു യൂണിറ്റ് എന്താണെന്ന് വെച്ചാൽ നമുക്ക് നോക്കാം. ഇത് നമ്മൾ ജസ്റ്റ് ഒന്ന് തിരുക്കി ഇങ്ങനെ അൺസ്ക്രൂ ചെയ്യുമ്പോൾ തന്നെ ഇതിങ്ങനെ ഇളകി വരും കേട്ടോ. ഇളകി വരുമ്പോൾ നമുക്കൊരു ബാറ്ററി ഇടാനുള്ളൊരു സ്ലോട്ട് കാണും. ഈ ഒരു ബാറ്ററി ഇതിനോട്ട് ഇൻസേർട്ട് ചെയ്യുന്നു. ഇത് പോസിറ്റീവ് നെഗറ്റീവ് നോക്കിയാണ്. ഇത് പോസിറ്റീവാണ് കേട്ടോ. ഈ പോസിറ്റീവ് എടുത്തത് ഇവിടെ ഇങ്ങനെ കറക്റ്റ് മുകളിൽ പോസിറ്റീവാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇത് വെച്ച് കഴിഞ്ഞു. ഇനി ഇതിൻ്റെ ഒരു ബഡ്സ് ഉണ്ട് കേട്ടോ. ബഡ്സ് എവിടെ? ബഡ്സ് ഇതായിട്ട്, ഇതാണ് ബഡ്സ്. ഈ ബഡ്സ് നമ്മൾ ഇങ്ങനെ വയ്ക്കുന്നു. ഓക്കെ, അപ്പം ഇതാണ് നമ്മൾ ബഡ്സ് ഇങ്ങനെ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞു. അത് കുറച്ച് മെനക്കേടാണ്, ചെറിയൊരു സാധനമാണിത്. അപ്പോഴേ ഇത് ആദ്യം കുറച്ച് ഫിക്സ് ചെയ്യാൻ കുറച്ച് പാടായിരിക്കും, എന്നാലും സാരമില്ല. ഇനി അടുത്തതെന്ന് വെച്ചാൽ കോളർ ക്ലിപ്പാണ്. ഈ കോളർ ക്ലിപ്പ് വലിയ തലവേദനയില്ല, ജസ്റ്റ് ഇങ്ങനെ തള്ളിയെന്ന് വെച്ചാൽ ഓക്കെ. അങ്ങനെ സാധനം റെഡി ആയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ഫുൾ സെറ്റിങ്സ് ആയിട്ടുണ്ട്. പിന്നെ DSLRൽ യൂസ് ചെയ്യണമെങ്കിൽ ഇതും കൂടെ പ്ലഗ് ചെയ്യാം. ഇത് പ്ലഗ് ചെയ്യാൻ വലിയ പാടൊന്നുമില്ല. നമ്മൾ ജസ്റ്റ് ഈ 3.5mm ജാക്കിൻ്റെ ഇതിൻ്റെ പുറത്തോടെ ചെയ്തിട്ട് ജസ്റ്റ് അങ്ങ് കൊടുത്താൽ മതി കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഈ മൈക്കിൻ്റെ ഒരു ചെറിയൊരു അൺബോക്സിങ് വീഡിയോ എന്ന് പറഞ്ഞാൽ. അപ്പം നമുക്ക് വ്ളോഗിങ്ങിന് തുടക്കക്കാർക്ക് യൂസ് ചെയ്യാം. കാരണം നോയ്സ് എന്ന് പറഞ്ഞാൽ വലിയൊരു ഫാക്ടറാണ്. ഓക്കെ, അപ്പം ഈ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. നമ്മൾ ഈ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പോൾ ഇനിയും ഇതുപോലത്തെ അൺബോക്സിങ് വീഡിയോസും, അല്ലെങ്കിൽ നമ്മളെ ആദ്യത്തെ വീഡിയോയിലുള്ളത്തെ പോലെ ട്രാവലിംഗ് വീഡിയോസും ഒക്കെ അങ്ങനത്തെ വീഡിയോസൊക്കെ ഈ ചാനലിൽ ഇനിയും വരുന്നുണ്ട്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോ വരുന്നതുവരെ നന്ദി, നമസ്കാരം.